لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد അർഹമുറാഹിമായ അല്ലാഹുവേ, ഞങ്ങളുടെ മജ്‌ലിസ് നീ ഖബൂലാക്കണം റഹ്മാനെ. ഇതുപോലെ ഹബീബായ മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അത്ഭുതങ്ങൾ, ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അല്ലാഹു തആല നേരത്തെ ഇറക്കിയ തൗറാത്തിലും ഇഞ്ചീലിലും സബൂറിലും ധാരാളം മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സൽമാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസ്, ഒരു നാള് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുന്ന സമയത്ത് കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹുവിനോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങളെ തൗറാത്തിലും ഇഞ്ചീലിലും എന്തെങ്കിലും ഉണ്ടാ? അപ്പോൾ ആരാണ് കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു അറിയണം? ഒരു ജൂതമതക്കാരനാണ്. പക്ഷെ ജൂതമതക്കാരനാണെങ്കിലും വലിയ പണ്ഡിതനാണ്. തൗറാത്തും ഇഞ്ചീലെല്ലാം പഠിച്ച വലിയൊരു പണ്ഡിതനാണ്. റസൂലുള്ളാഹിന്റെ കാലത്ത് അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. പക്ഷെ എന്തായിട്ടില്ല, മുസ്ലിം ആയിട്ടില്ല. അദ്ദേഹം മക്കത്ത് മദീനക്കാരനല്ല, യമന് ദൂരെയുള്ള നാട്ടുകാരനാണ്. അദ്ദേഹം റസൂലുള്ളാഹിന്റെ കാലത്ത് ജീവിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം റസൂലുള്ളാഹിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. പക്ഷെ മുസ്ലിം ആയിട്ടില്ല റസൂലുള്ളാഹിനെ കൊണ്ടിട്ട്. അത് മുസ്ലിം ആകാതിരിക്കാനുള്ള കാരണമുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ബാപ്പയും വലിയ പണ്ഡിതനാണ്, തൗറാത്തും ഇഞ്ചീലും പഠിച്ച വലിയ പണ്ഡിതനാണ്. അതിനെക്കുറിച്ചുള്ള വലിയൊരു സംഭവം, ഒരു ചരിത്രമാണ്. ഇൻഷാ അല്ലാഹ് 1-2 ദിവസം നമുക്ക് എന്നൊക്കെ ആ വിഷയം പറയാം. ഈ കഅബുൽ അഹ്ബാർ റളിയല്ലാഹുവിനോട് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇയാൾ മുസ്ലിമായത് ഉമർ റളിയല്ലാഹുവിൻ്റെ മുഖേനയാണ്, ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്താണ്. അപ്പോൾ ഉമർ റളിയല്ലാഹുവിന് ഇയാളോട് കേട്ട്, റസൂലുള്ള ജനിക്കുന്നതിന് മുമ്പ്, അതായത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹിന്റെ മഹത്വത്തെ കുറിച്ചിട്ട് നിങ്ങൾ പഠിച്ച ഗ്രന്ഥത്തിൽ എന്തെങ്കിലും ഉണ്ടാ? മുന്നേ നിങ്ങൾ പഠിച്ചാൽ തൗറാത്ത് ഇഞ്ചീൽ പഠിച്ചാലല്ലേ, അതിൽ എന്തെങ്കിലും ഹബീബായ മുത്തുനബിൻ്റെ ബഹുമാനം പറയുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുന്ന എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാ? അപ്പോൾ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നു, അതേ അമീറുൽ മുഅ്മിനീൻ, ഉണ്ട്, ധാരാളമുണ്ട്. എന്നിട്ട് അയാൾ പറയുന്നു, എനിക്ക് വേദഗ്രന്ഥങ്ങൾ, അല്ലാഹു തആല മുമ്പ് ഇറക്കിയ പല ഗ്രന്ഥങ്ങളും ഞാൻ ഓതിയിട്ടുണ്ട്. അതിൽ ഒരു സംഭവമുണ്ട്. ഒരിക്കൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, എന്നല്ല പറഞ്ഞു വെച്ചത്, ഒരിക്കൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു കല്ലിനെ കണ്ടു. അതാണ് ഇന്നലെ പറഞ്ഞു വെച്ചത്, ഒരു കല്ല്. ആ കല്ലിൽ 4 വരകളുണ്ട്, 4 വരി എഴുതി വെച്ചിട്ടുണ്ട്. ഇന്നലെ പറയുമ്പോൾ 3 വരി നായിപ്പോയി, 3 വരിയല്ല 4 വരിയാണ്. 4 ഗര എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ആ വരയിൽ എഴുതി വെച്ചത് അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി. ഒന്നാമത്തെ എഴുത്ത് അതിൽ എഴുതി വെച്ചത് അനല്ലാഹു, ഞാൻ അല്ലാഹുവാണ്. ലാ ഇലാഹ ഇല്ലാ അന, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹ്, ഞാനല്ലാതെ മറ്റൊരു ഇലാഹില്ല. അതുകൊണ്ട് ഫഅബ്ദുനി, എനിക്ക് നിങ്ങൾ ആരാധിക്കണം. ആ കല്ലിൽ എഴുതി വെച്ച ഒരു വരെയാണ്, ഞാൻ അല്ലാഹുവാണ്, ഞാനല്ലാതെ അല്ലാഹു ഇല്ല. അതുകൊണ്ട് ഫഅബ്ദുനി, എനിക്ക് നിങ്ങൾ ആരാധിക്കണം. അത് അല്ലാഹുവിൻ്റെ ഒരു സിഫത്താണ്. ആ കല്ലിനേക്ക് ആരാധിക്കണം എന്നല്ല, ആ കല്ലിൽ എഴുതി വെച്ച വിഷയമാണ്. രണ്ടാമത്തെ ഗരയിൽ എഴുതി വെച്ചത് അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന, ഞാൻ അല്ലാഹുവാണ്,
ഞാനല്ലാതെ മറ്റൊരു ഇലാഹ് ഇല്ല, മറ്റൊരു അള്ളാഹു ഇല്ല. എന്നിട്ട് പറയുന്നു മുഹമ്മദുൻ റസൂലി, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ റസൂലാണ്. മുഹമ്മദ് നബി എന്ന് ജനിച്ചിട്ടില്ല, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്താണ് ആ കല്ലിൽ എഴുതി വെച്ചത്. മുഹമ്മദുൻ റസൂലി, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ റസൂലാണ്. തൂബാ ലിമൻ ആമന ബിഹി വത്തബഅഹു, ആ ഹബീബായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ആര് വിശ്വസിച്ചു, ആര് അദ്ദേഹത്തെ പിൻപറ്റി, അവർക്ക് സന്തോഷമാണ്, അവർക്ക് വിജയമാണ്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിച്ച് ആ റസൂലുള്ളാഹിനെ പിൻപറ്റി ജീവിച്ച ആളുമാർക്ക് സന്തോഷമാണ്, സ്വർഗമാണ്, എൻ്റെ അടുത്ത് വലിയ സ്ഥാനമാണ്. അതാണ് എഴുതി വെച്ചത്. രണ്ടാമത്തത്. മൂന്നാമത്തത് ഇന്നി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന മൻ ഇഅ്തസമ ബി നജാ, ഞാൻ അള്ളാഹുവാണ്. ഇന്നി നിശ്ചയം, അവിടെ ഇന്നിയും കൂടി ഒന്നുകൂടി ജാസ്തിയുണ്ട്. അനല്ലാഹു, ഞാൻ അള്ളാഹുവാണ്. ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ഇബാദത്ത് ചെയ്യാൻ മറ്റൊരു ഇലാഹില്ല. മൻ ഇഅ്തസമ ബി നജാ, ഞാൻ അള്ളാഹുവാണ്, ഞാനല്ലാതെ മറ്റൊരു ഇലാഹില്ല. എന്നെ ആര് പിടിച്ചു, എന്നെ കൊണ്ട് ആര് വിശ്വസിച്ചു, അവൻ രക്ഷപ്പെട്ടു. മറ്റുള്ള എല്ലാ കല്ലുകളെയും മരങ്ങളെയും ദൈവമാക്കി ജീവിക്കുന്ന അവർക്കൊരു വാക്കാണ്, അതെല്ലാം നിങ്ങൾ ഉപേക്ഷിക്കണം. യഥാർത്ഥത്തിൽ അള്ളാഹു ഞാനാണ്, എന്നെ കൊണ്ട് ആര് വിശ്വസിച്ചു, നജ, അവൻ രക്ഷപ്പെട്ടു. മൂന്നാമത്തെ ഇരയിൽ അങ്ങനെയാണ്. നാലാമത്തിൽ പറയുന്നി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന അൽ ഹറമു ലീ വൽ കഅബത്തു ബൈത്തി മൻ ദഖല ബൈത്തി അമിന മിൻ അദാബി, ഞാൻ അള്ളാഹുവാണ്, ഞാനല്ലാതെ മറ്റൊരു ഇലാഹില്ല. അൽ ഹറമു ലീ, പരിശുദ്ധമായ ഹറം ഷരീഫ് എൻ്റെതാണ്. പരിശുദ്ധമായ മക്കയെ, ആ കഅബ ശരീഫിന്റെ ചുറ്റുഭാഗത്തുള്ള ആ സ്ഥലം, അത് ഹറമാണ്, എൻ്റെതാണ്. വൽ കഅബത്തു ബൈത്തി, പരിശുദ്ധമായ കഅബ ശരീഫ് എൻ്റെ ഭവനമാണ്, എൻ്റെ വീടാണ്, എൻ്റെ മസ്ജിദാണ്. മൻ ദഖല ബൈത്തി, എൻ്റെ പള്ളിയിലേക്ക് ആര് കടന്നു, ഈമാനായിട്ട് മുസ്ലിമായിട്ട് ആര് കടന്നു, അമിന മിൻ അദാബി, എൻ്റെ അദാബിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു, അവൻ സലാമത്തായി എന്നാണ് ഈ നാലികരയിലും എഴുതി വെച്ചത്. അപ്പോൾ ഹബീബായ മുത്തുനബിൻ്റെ മഹത്വങ്ങൾ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരാണ്? റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ച മക്കക്കാരനാകുന്ന, റസൂലുള്ളാഹിന്റെ എല്ലാ ചലനങ്ങളും എല്ലാം അറിയുന്ന ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ കുറിച്ച് പിന്നെയും മറ്റുള്ളവർ കേട്ടറിയാൻ ആഗ്രഹം, അതൊരു ഇബാദത്താണ്, അതൊരു നല്ല കാര്യമാണെന്ന് മനസ്സിലാക്കി ആ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, നിങ്ങളെ വേദഗ്രന്ഥത്തിൽ ഹബീബായ മുത്തുനബിയെ കുറിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന്. അതാണ് പറഞ്ഞു കൊടുത്തത്, ഉണ്ട് എന്ന്. അതേപോലെ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, ഇൻ കുന്തു ഇത്തഖസ്തു ഇബ്രാഹീമ ഖലീല, എൻ്റെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഞാൻ ഖലീലാക്കിയിട്ടുണ്ടെങ്കിൽ ഫഖദ് ഇത്തഖസ്തു ഹബീബ, ഞാൻ നിങ്ങളെ ഹബീബാക്കിയിട്ടുണ്ട്. ജിബ്രീൽ അലൈഹി ഇസ്ലാം വന്നുകൊണ്ട് റസൂലുള്ളാഹിനോട് പറയുന്നത്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഞാൻ ഖലീലാക്കിയിട്ടുണ്ടെങ്കിലും പക്ഷേ ഫഖദ് ഇത്തഖസ്തുക ഹബീബ, നിങ്ങളെ ഞാൻ ഹബീബാക്കിയിട്ടുണ്ട്. ഖലീലിൻ്റെയും ഹബീബിനും എത്രയോ വ്യത്യാസമുണ്ട്. ഖലീലായത് എന്തുകൊണ്ടാണ്? അങ്ങോട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനെ സ്നേഹിച്ചതുകൊണ്ട്, അള്ളാഹുവിനെ പിരിസം വെച്ചതുകൊണ്ട് അള്ളാഹു തആല ഖലീലാക്കിയത്. അതേ സമയത്ത് ഹബീബ അതിനേക്കാളും മേലെയാണ്, അല്ല ഇങ്ങോട്ട് പിരിസം വെച്ച ആൾ. മനസ്സിലാക്കണം, ഖലീല് അങ്ങ് അള്ളാഹുവിനെ പിരിസം വെച്ച ആൾ. അതുകൊണ്ടാണ് അള്ളാഹു തആല ഇബ്രാഹിം നബി ഇസ്ലാമിനെ ഖലീലാക്കിയത്. അതേ സമയത്ത് ഹബീബായ മുത്തുനബിനെ ഹബീബാക്കി. എന്തുകൊണ്ട്?
അള്ളാഹു താല റസൂലുള്ളാഹിനെ പേര് സംരക്ഷിച്ചപ്പോൾ ഹബീബായി. അപ്പൊ ഇത് ഖലീലിനേക്കാളും മീത്തയാണ് ഹബീബിക്ക് സ്ഥാനം. അതാണ് ഇബ്രാഹിം നബി ഇത് ജിബ്രീൽ അലൈഹി ഇസ്ലാം വന്നുകൊണ്ട് പറഞ്ഞത്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഞാൻ ഖലീലാക്കിയിട്ടുണ്ടെങ്കിൽ ഹബീബ, നിങ്ങളെ ഞാൻ ഹബീബ ഇട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങളെക്കാളും ബഹുമാനമുള്ള ഒരു സൃഷ്ടിനെയും ഞാൻ പഠിച്ചിട്ടില്ല. ഈ ദുനിയാവിനെയും ദുനിയാവിലുള്ള എല്ലാവരെയും ഞാൻ പടച്ചത് നിങ്ങളെ സ്ഥാനവും നിങ്ങളെ ബഹുമാനവും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദുനിയാവിൻ്റെ ആൾമാരെയും പഠിച്ചത്. നിങ്ങളെ പടക്കുന്നില്ലെങ്കിൽ ഈ ദുനിയാവിനെ തന്നെ ഞാൻ പടക്കൂലായിരുന്നു. എത്രയാണ് റസൂലുള്ളാഹിന്റെ മഹത്വം. അതേപോലെ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ കൂട്ടിക്കൊണ്ട് ഹാജറ ഉമ്മ പോന്നു. കുട്ടിയാകുന്ന ചെറിയ കിടാവാണ് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം. മുഹമ്മദ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവമാണ്. ഒരു നാള് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യ അഥവാ ഹാജറ ബീവി റളിയല്ലാഹു തആല അൻഹ മോനാകുന്ന ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ കൂട്ടിയിട്ട് നടന്നുകൊണ്ട് പോകുന്നു. ചെറിയ കുട്ടിക്കാലത്ത് ചെറിയ കിടാവിരിക്കുമ്പോൾ നടന്നുകൊണ്ട് പോകുന്നു. അപ്പോൾ ഹാജറ ഉമ്മയുടെ മുന്നിലേക്ക് ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു, യാ ഹാജർ, ഇന്ന ഇബ്നക അബൂ ശുഊബിൻ കസീറത്തിൻ വമിൻ ശഅബിഹി അന്നബിയുൽ ഉമ്മിയു സാകിനുൽ ഹറം. യാ ഹാജറ, ഓ ഹാജറ, ഇന്ന ഇബ്നക, നിങ്ങളെ കയ്യിലുള്ള മകൻ, നിങ്ങൾ കയ്യും പിടിച്ചു കൊണ്ടുപോകുന്ന ഈ മകൻ അഥവാ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, അബൂ ശുഊബിൻ കസീറത്തിൻ, അദ്ദേഹം വലിയ സന്താന പരമ്പരയുള്ള വലിയ പരമ്പരമുള്ള ഒരു പിതാവാണ്. ഈ മോൻ്റെ മക്കൾ എത്രയോ ശാഖകളായിട്ട് ദുനിയാവിൽ വരും. ആ മകന്റെ കൂട്ടത്തിൽപ്പെട്ട ആ പരമ്പരയിലാണ് അന്നബിയുൽ ഉമ്മിയു, ഒരു ഉമ്മിയായ നബി വരാനുണ്ട്. റസൂലുള്ളാഹിനെ കുറിച്ച് പറഞ്ഞത്, ഒരു ഉമ്മിയായ നബി വരാനുണ്ട്. സാക്കിനുൽ ഹറം, ആ നബി ജനിക്കുന്നത് ഇവിടെയാണ്. ആ നബി നീണ്ട കാലം താമസിക്കുന്ന ഈ മക്കയിലാണ്. അങ്ങനത്തെ ഒരു അവസാനത്തെ നബി ഈ കയ്യിൽ പിടിച്ചു കൊണ്ടുപോകുന്ന ഇസ്മായിൽ നബീൻ്റെ സന്താന പാരമ്പര്യത്തിൽ വരുമെന്ന് ഹാജറ ഉമ്മയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ എത്രയോ സംഭവങ്ങളാണ് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് വേദഗ്രന്ഥത്തിലും ധാരാളം അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ തൗറാത്തിൽ മൂസാ നബി അലൈഹിസ്സലാം തൗറാത്തിൽ ഒരു സംഭവം പറഞ്ഞു തരുന്നു. ഇലാഹി ലഖദ് അക്രംതനി ബികറാമത്തിൻ ലം തുക്രിം ബിഹാ അഹദൻ ഖബ്ലി. ഇൻഷാ അല്ലാഹ് അത് നാളത്തെ ക്ലാസ് പഠിക്കാം. തൗറാത്തിൽ ഇത് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞ ആ സംഭവം അള്ളാഹു നമ്മളെ ഒക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹു നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ ഇഷ്ടപ്പെട്ട നിന്റെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനമാണ്. അള്ളാഹുവേ, ഞങ്ങളെ ഒക്കെ നീ